UGC നെറ്റ് പേപ്പർ 1 ലോജിക്കൽ റീസണിങ് എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ലോജിക്കൽ റീസണിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് തുടക്കം മുതൽ മനസ്സിലാക്കിയില്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലോജിക്കൽ റീസണിങ്ങിൽ 2 പാർട്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ 2 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിലും ജനറലി നമുക്കതിനെ 2 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് വെസ്റ്റേൺ ലോജിക്, വെസ്റ്റേൺ ലോജിക്കും ഇന്ത്യൻ ലോജിക്കും, അങ്ങനെ 2ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് വെസ്റ്റേൺ ലോജിക്കാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. വെസ്റ്റേൺ ലോജിക്ക്, ഇന്ത്യൻ ലോജിക്, അങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അത് മനസ്സിലാക്കിക്കണം. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് ഈ താഴെയുള്ള ടോപ്പിക്സാണ്: സ്റ്റേറ്റ്മെൻറ്റ്, പ്രപ്പോസിഷൻ, ആർഗ്യുമെൻറ്റ്, പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ, അസേർട്ടേഷൻ, അതുപോലെ റീസണിങ്, ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്സ്, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്സ്. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് തുടക്കം നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രപ്പോസിഷൻ. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇപ്പോൾ നമ്മൾ തിയറിയാണ് കേട്ടോ ചർച്ച ചെയ്യുന്നത്. തിയറി ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോബ്ലം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ ടോപ്പിക്കും ഒരുപാട് പ്രാവശ്യം ചോദിച്ച ഭാഗങ്ങളാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഭാഗമാണ്. ഇത് ലോജിക്കൽ റീസണിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറേ പാർട്സ് ഉണ്ട്. കുറേ കാലമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗമുണ്ട്, തീരെ ചോദിക്കാത്തൊരു ഭാഗമുണ്ട്. ഇന്ത്യൻ ലോജിക്ക് വളരെ കുറച്ചേ ചോദിക്കാറുള്ളൂ, ഇടയ്ക്ക് കാണാറുണ്ടെന്നല്ലാതെ അതിനി ഫോക്കസ് ചെയ്തില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും നമുക്ക് മാർക്ക് നഷ്ടപ്പെടില്ല. പക്ഷേ വെസ്റ്റേൺ ലോജിക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്, നന്നായി പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രപ്പോസിഷൻ. നമുക്ക് സെൻറ്റൻസ്, പലതരത്തിലുള്ള സെൻറ്റൻസുകളുണ്ടല്ലേ ഇംഗ്ലീഷിൽ. സെൻറ്റൻസുകൾ പലതരത്തിലാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലുള്ള സെൻറ്റൻസുകൾ. ഇപ്പോൾ സെൻറ്റൻസുകളെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെൻറ്റൻസ് ഒന്ന് എന്താണ്? സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു തരത്തിലുള്ള സെൻറ്റൻസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ്. മറ്റൊരു സെൻറ്റൻസ് ആണ് ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സെൻറ്റൻസ് ഉണ്ടായിരിക്കും അല്ലേ. മറ്റേത് കമാൻഡ് രൂപത്തിലുള്ള സെൻറ്റൻസ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് ഗ്രാമർ അല്ല നമ്മൾ പഠിക്കുന്നത്, ജസ്റ്റ് ഇന്ത്യൻ ലോജിക്കാണ്, വെസ്റ്റേൺ ലോജിക്കാണ് കമാൻഡ്. അതുപോലെ തന്നെ ഇമോഷണൽ എക്സ്പ്രഷനും ഉണ്ടാവാറുണ്ട് അല്ലേ. എക്സ്പ്രഷൻ. അതിൽ ക്വസ്റ്റ്യൻ ഉദാഹരണം എന്താണ്? വാട്ട് ഈസ് യുവർ നെയിം? ഓക്കെ, ഒരു ഉദാഹരണമാണ്. ക്വസ്റ്റ്യൻ ഒരു ഉദാഹരണമാണ്, വാട്ട് ഈസ് യുവർ നെയിം. ഇനി നമുക്ക് കമാൻഡിന് ഉദാഹരണമാണ്, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഓക്കെ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. പിന്നെ ഇമോഷണൽ ഇതിന് ഉദാഹരണമാണ്, നമുക്കിപ്പോൾ ഒരാൾ നമ്മളെ നുള്ളി, അപ്പോൾ നമ്മൾ ഔച്ച് എന്ന് പറയും. അത് അല്ലെങ്കിൽ എന്താണ്, ഇത് ഒന്ന് മാറ്റി എഴുതാം എളുപ്പത്തിൽ. ഷട്ട് ദ ഡോർ. ഓക്കെ, ഇത് ഇപ്പം 4 എണ്ണം ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ്. സെൻറ്റൻസുകൾ പലതരത്തിലുണ്ട്. അതിലൊന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്, 2 ക്വസ്റ്റ്യനാണ്, 3 കമാൻഡാണ്, 4 ഇമോഷണൽ എക്സ്പ്രഷനാണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓക്കെ, ആൾ ക്യാറ്റ് ആർ ഡോഗ്. ആൾ ക്യാറ്റ്സ് ആർ ഡോഗ്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയണം കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്, സെൻറ്റൻസുകൾ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. ഒന്ന് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ആണ്,
നാല് തരത്തിലുണ്ട്. കമാൻഡാണ്, ഇമോഷണൽ, അങ്ങനെ പല തരത്തിലുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ സെൻറ്റൻസുകൾ പല തരത്തിലുണ്ടാവും ഇംഗ്ലീഷിൽ. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത, ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണെന്ത്? പ്രപ്പോസിഷൻ. PROPOSITION. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ രണ്ടും സെയിം തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകത, ആ സ്റ്റേറ്റ്മെൻറ്റ്, ഒരാളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നെങ്കിൽ ശരിയാവാം അല്ലെങ്കിൽ തെറ്റാവാം. ഈ ടോപ്പിക് നോക്കുക. ആൾ ക്യാറ്റ്സ് ആർ ഡോഗ്. ഒരാൾ പറയാണ് ആൾ ക്യാറ്റ്സ് ആർ ഡോഗ് എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് ശരിയാവാം തെറ്റാവാം. എല്ലാ ക്യാറ്റുകളും ഡോഗാണ്, അപ്പോൾ തെറ്റാണ്. അല്ലെങ്കിൽ ആൾ ക്യാറ്റ്സ് ആർ അനിമൽ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? ഒന്നുകിൽ ശരിയാവാം അല്ലെങ്കിൽ തെറ്റാവാം. ആൾ ക്യാറ്റ്സ് ആർ അനിമൽ ശരിയാണ്. പക്ഷേ മറ്റേത് കമാൻഡ് ആണെങ്കിലും, ഇനി ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ ഒന്നുകിൽ ശരിയോ അല്ലെങ്കിൽ തെറ്റോ എന്ന് പറയാൻ പറ്റില്ല. വാട്ട് ഈസ് യുവർ നെയിം? ആ സെൻറ്റൻസ് ശരിയാണോ തെറ്റോ എന്ന് പറയാൻ പറ്റില്ല, കാരണം അതൊരു ചോദ്യമാണ്. അതിന് ഉത്തരം വേറെ ആൾ പറയേണ്ടതാണ്. ഇനി കമാൻഡ് പ്ലീസ് ടേക്ക് യുവർ സീറ്റ് അല്ലെങ്കിൽ ഷട്ട് ദ ഡോർ, അതൊരു കമാൻഡാണ്. ആ കമാൻഡിന് എന്തില്ല, ശരി തെറ്റെന്നൊന്നുമില്ല. അത് വേറെ ആൾ ചെയ്യേണ്ട ഒരു ഓർഡറാണ്. ഇനി ഇമോഷണൽ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ, ഒരാൾ നമ്മളെ നുള്ളി, അപ്പം നമ്മൾ ഔച്ച് എന്ന് പറഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ എന്നില്ല, അത് വേറൊരാൾ നമ്മളെ നുള്ളിയപ്പോൾ നമുക്കുണ്ടായ ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസ് ഒന്നെങ്കിൽ എന്തുണ്ടാവും, എയ്തർ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയോ? ആർക്കും ഡൗട്ടില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞ ഇത് മനസ്സിലായാലേ ബാക്കിയുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ പറഞ്ഞു. സ്റ്റേറ്റ്മെൻറ്റ് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി എയ്തർ ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, ഈ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയായിരിക്കും. ആ പറയുന്ന കാര്യം ഒന്നുകിൽ ശരിയായിരിക്കും അല്ലെങ്കിൽ തെറ്റായിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആർഗ്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാം. നമ്മൾ ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ആർഗ്യുമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തർക്കത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതുപോലെ ഫൈറ്റിന് വേണ്ടി, ഡിസഗ്രിമെൻറ്റ് എന്നൊക്കെ അല്ല ആ വേർഡിന് സാധാരണ അർത്ഥം. പക്ഷേ ഇവിടെ ലോജിക്കൽ റീസണിങ്ങിൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളെയാണ്, ഒരു പോയിൻറ്റിനെ വിശദീകരിക്കുന്ന ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് അല്ലെങ്കിൽ പ്രപ്പോസിഷനെയാണ് ആർഗ്യുമെൻ്റ് എന്ന് പറയാം. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പ്രപ്പോസിഷൻ അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നോക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് അല്ലെങ്കിൽ പ്രപ്പോസിഷൻസ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രപ്പോസിഷനാണ് എന്ത്? കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ. ഓക്കെ, പലതരത്തിലുള്ള പ്രപ്പോസിഷൻസ്. ഇപ്പോൾ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചില്ലേ? പ്രപ്പോസിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ്, ആ സെൻറ്റൻസ് ഒന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫാൾസ് ആവാം. ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസിനെയാണ് എന്ത് പറയുക? സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ എന്ന് പറയാം. അതിൽ പലതരത്തിലുള്ള പ്രപ്പോസിഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണിത് കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ക്ലാസ്സോ അല്ലെങ്കിൽ കാറ്റഗറികളോ തമ്മിലുള്ള റിലേഷൻസ് വിശദീകരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. മാത്രമല്ല അതിൽ കുറച്ച് വേർഡുകളെ ഉണ്ടാവുള്ളൂ, 4 വേർഡുകൾ ഇതിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഈ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന് 4 കോമ്പണൻറ്റുകൾ ഉണ്ടായിരിക്കും. ഒരു ഉദാഹരണം ഇവിടെ നോക്കാം. ആൾ ക്യാറ്റ്സ് ആർ മാമൽസ്. ഇതെന്താണ്? ഒരു പ്രപ്പോസിഷനാണ്, കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനാണ്. കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ ഇത് എക്സാക്ട്ലി 4 കോമ്പണൻറ്റുകളാണ് ഈ എന്തിനുണ്ടാവുക, കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ഉണ്ടാവുക. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു എന്തോ ഒരു കാര്യം നമ്മൾ വിശദീകരിക്കുക, ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസിനെയാണ്, ഒരു കാര്യം ഡിക്ലെയർ ചെയ്യണതിനാണ് എന്തോ പറയാം, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അതൊന്നെങ്കിൽ ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആൾ കാറ്റ്സ് ആർ മാമൽസ്. ഇതെന്താണ്? ഇതൊരു കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ആണ്. ഈ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന് 4 കോമ്പണൻറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ആ കോമ്പണൻസ് എന്ന് നോക്കാം. ഒന്നാണ് ആൾ, 2 കാറ്റ്, 3 ആർ, 4 മാമൽസ്. അങ്ങനെ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനെ 4 ഭാഗങ്ങളാക്കാം. 4 കഷ്ണമേ അതിന് ഉണ്ടാവുള്ളൂ. ഏത് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ പറയുകയാണെങ്കിലും അതിന് 4 ഭാഗങ്ങളേ ഉണ്ടാവുള്ളൂ. ഈ ആൾ എന്ന് പറയുന്ന ഭാഗത്തെ നമ്മൾ ക്വാണ്ടിഫയർ എന്ന് പറയും, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്നും പറയാറുണ്ട്. ഓക്കെ, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിഫയർ എന്ന് പറയും. ഓക്കെ, രണ്ടാമത് കാറ്റ്സിൻ്റെ ഭാഗത്ത് സബ്ജക്റ്റ് എന്ന് പറയും, സബ്ജക്റ്റ്. മൂന്നാമത്തത് ആറിന് കോപ്പുല അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയും, ക്വാളിറ്റി എന്നും പറയാം, കോപ്പുല എന്നും പറയും. നാലാമത്താണ് മാമൽസ്. ഇതൊരു ഉദാഹരണമാണ് കേട്ടോ. ആൾ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറഞ്ഞൊരു ഉദാഹരണമാണ്. അതിന് 4 ഭാഗങ്ങളുണ്ട് എന്നുള്ളത് ജനറലായിട്ട് യൂസ് ചെയ്യാം. അതിന് പ്രെഡിക്കേറ്റ് എന്ന് പറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന് 4 കോമ്പണൻ്റ് ഉണ്ട്. ഒന്ന് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിഫയർ പ്ലസ്, രണ്ടാമത് കാറ്റിന് എന്താ പറയുക, സബ്ജക്റ്റ് പ്ലസ്, പിന്നെ 6 കോപ്പുല അല്ലെങ്കിൽ ക്വാളിറ്റി പ്ലസ്, പിന്നെ പ്രെഡിക്കേറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്ത് കാറ്റഗറി ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ഇത് മനസ്സിലായാലേ ഇവിടെ നിന്ന് അങ്ങോട്ട് മനസ്സിലാവുള്ളൂ. കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന് 4 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മൾ ഡിക്ലെയർ ചെയ്യണ സെൻറ്റൻസിനെയാണ് എന്താ പറയുക, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. എല്ലാ ആപ്പിളുകളും ഫ്രൂട്ട്സ് ആണ്, എല്ലാ വീടുകളിലും വൈദ്യുതിയുണ്ട്, ഞാനൊരു പുരുഷനാണ് എന്നൊക്കെ പറയുന്ന ഇത് ഒരു സാധനം ഡിക്ലെയർ ചെയ്യണ സെൻറ്റൻസിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അതൊന്നെങ്കിൽ ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം. എല്ലാ വീടുകളിലും വൈദ്യുതിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് ശരിയായിരിക്കാം അയാൾ പറഞ്ഞത്, അല്ലെങ്കിൽ തെറ്റായിരിക്കാം. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ് കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ. അതിന് 4 കോമ്പണൻറ്റുകളുണ്ട് നമ്മൾ പറഞ്ഞു. ഈ 4 കോമ്പണൻറ്റുകൾ എന്താണ്, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിഫയർ എന്നും പറയാറുണ്ട്. രണ്ടാമത്തെ സബ്ജക്റ്റ്, അതിന് സബ്ജക്റ്റ് എന്ന് തന്നെ പറയാം. മൂന്നാമത്തെ ക്വാളിറ്റി അല്ലെങ്കിൽ കോപ്പുല എന്ന് പറയും. നാലാമത്തെ പ്രെഡിക്കേറ്റ് എന്ന് പറയും. അങ്ങനെ ഏത് സെൻറ്റൻസ് എടുത്താലും അതിന് 4 കഷ്ണങ്ങളാക്കാൻ പറ്റും. ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നിടത്ത് ഒന്നെങ്കിൽ ആൾ വരും. നമുക്ക് ഇതിവിടെ മൂന്ന് സാധനങ്ങളാണ് ഇവിടെ വരിക, ക്വാണ്ടിഫയർ. ഇപ്പോൾ ഓക്കെ, ഇതിൽ നമുക്ക് ഫസ്റ്റ് എന്താ പറഞ്ഞത്, 1 ക്വാണ്ടിഫയർ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി. ഇവിടെ പ്രധാനമായിട്ടും 3 വാക്കുകളാണ് വരിക. ആൾ അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ സം. അപ്പോൾ ഈ സെൻറ്റൻസ് 3 രീതിയിൽ വരാം. ആൾ കാറ്റ്സ് ആർ മാമൽസ് എന്ന് വരാം, അപ്പോൾ ആൾ വരാം. അല്ലെങ്കിലോ നോ കാറ്റ്സ് ആർ മാമൽസ് എന്ന് വരാം, അപ്പോൾ നോ വരാം. അല്ലെങ്കിൽ സം കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയാം. അപ്പോൾ ക്വാണ്ടിഫയർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 3 വേർഡുകളാണ് ഇവിടെ സാധാരണ വരിക. ഒന്നുകിൽ ആൾ വരും, അല്ലെങ്കിൽ നോ വരും, അല്ലെങ്കിൽ സം വരും. സാധാരണഗതിയിൽ ആളും സമ്മുമാണ് വരാറ്, നോ വരാറുണ്ട്. ജനറലി നമ്മൾക്ക് സാധാരണ എക്സാമിനൊക്കെ വരല് ഈ 2 എണ്ണമാണ്, സമ്മും അതുപോലെ തന്നെ ആളും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്, ക്വാണ്ടിറ്റി ആണ് അല്ലെങ്കിൽ ക്വാണ്ടിഫയർ ആണ്. ഈ ക്വാണ്ടിഫയർ ഇവിടെ 3 എണ്ണം വരും, ആൾ,
അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ സം. ഓക്കെ, ഇതിന് നോട്ടിൽ ഇതുണ്ട് കേട്ടോ. രണ്ടാമത് എന്താണ്? സബ്ജക്റ്റ് അല്ലേ, 2 സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തും വരാം. നമ്മളിപ്പോൾ ഇവിടെ ആൾ ക്യാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുമ്പോൾ ക്യാറ്റ്സ് ആണ് സബ്ജക്റ്റ്. ഓക്കെ, ഇനി ആൾ ഡോഗ്സ് ആർ അനിമൽസ് എന്ന് പറയുമ്പോൾ ഡോഗ് ആണെന്ത് ഇവിടെ സബ്ജക്റ്റ്. അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ എല്ലാ എന്താണ് എല്ലാ വീടുകളിലും വൈദ്യുതി ഉണ്ട്. അപ്പോൾ വീട് എന്ന് പറഞ്ഞത് അവിടെ സബ്ജക്റ്റാണ്. അതുപോലെ ഇതെന്ത് ചെയ്യും? സബ്ജക്റ്റ് ഇവിടെ മാറി മാറി വരും. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിൽ എന്താവാം? ഒരു ഗ്രൂപ്പ് ആവാം, ക്ലാസ് ആവാം, കാറ്റഗറി ആവാം, എന്തും ആവാം. ഓക്കെ, ഇനി ആർ എന്ന് പറഞ്ഞാൽ കോപ്പുല അല്ലെങ്കിൽ ക്വാളിറ്റി. നോക്കാം, ആർ ക്വാളിറ്റി. അതായത് മെയിനായിട്ട് ഇവിടെ ഈസ് വരാം, ഈസ് നോട്ട് വരാം, അല്ലെങ്കിൽ ആറ് വരാം, ആർ നോട്ട് വരാം, ഈസ് നോട്ട്, ആർ നോട്ടൊക്കെ വരും. അതായത് ഇവിടെ ഒന്നുകിൽ എന്താണ് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് വരാം. ഈസ് ആണെങ്കിൽ അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, ആണെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, ഈസ് നോട്ട് പറഞ്ഞാൽ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, ആർ നോട്ട് പറഞ്ഞാൽ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആൾ ക്യാറ്റ്സ് ആർ മാമൽസ്. ഇവിടെ ആൾ ക്യാറ്റ്സ് ആർ നോട്ട് മാമൽസ് എന്നും പറയാം അല്ലേ. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ആറിന് പകരം ഈസും വരാം. ഗ്രാമറിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഒരു ഈസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ വാക്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. ആൾ എസ് ഈസ് പി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ആൾ പി ഈസ് ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാം. അപ്പോൾ ഈസും വരാം, ഈസ് നോട്ടും വരാം, ആറും വരാം, ആർ നോട്ടും വരാം. അപ്പോൾ ഇവിടെ 4 വരിക. ഈസ് നോട്ട് അല്ലെങ്കിൽ ആർ നോട്ട്. ഓക്കെ, അപ്പോൾ അതിനെന്ത് പറയും? ക്വാളിറ്റി എന്ന് പറയും. ഇവിടെ നെഗറ്റീവ് ക്വാളിറ്റി ഉണ്ടാവാം, പോസിറ്റീവ് ക്വാളിറ്റി ഉണ്ടാവാം. നെഗറ്റീവ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈസും ആറൊക്കെ പോസിറ്റീവ് ക്വാളിറ്റിയാണ്. ഈസ് നോട്ടും ആർ നോട്ടും ഒക്കെ നെഗറ്റീവ് ക്വാളിറ്റിയാണ്. ഓക്കെ, ഇനി പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെയാണോ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെന്ത് പറയും? പ്രെഡിക്കേറ്റ് എന്ന് പറയും. ഓക്കെ, പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. പ്രെഡിക്കേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ മാമൽസിന് പകരം എന്തു വരാം? ആൾ ക്യാറ്റ്സ് ആർ അനിമൽസ്. അപ്പോൾ എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ശരിയാവാം, തെറ്റാവാം. ആ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനമാണ് എന്താ? പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രെഡിക്കേറ്റ് ശരിയാവോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്തേണ്ടി വരും. അപ്പം ചുരുക്കി പറഞ്ഞാൽ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന് 4 ഭാഗങ്ങളാണുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഒന്നാമത്തെ ഭാഗമാണ് എന്ത്? ക്വാണ്ടിഫയർ. രണ്ടാമത്തെ സബ്ജക്റ്റ്. മൂന്നാമത്തത് ക്വാളിറ്റിയാണ്, നാലാമത്തെ പ്രെഡിക്കേറ്റ്. അങ്ങനെ 4 ഭാഗങ്ങളായിട്ട് എന്തിനെ വേർതിരിക്കാം? ഒരു കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന് വേർതിരിക്കാൻ പറ്റും. ഓക്കെ, ഈ ആൾ എന്ന വാക്കിന് നമുക്ക് മറ്റൊരു പദം യൂസ് ചെയ്യാറുണ്ട്. ആൾ എന്ന വാക്കിന് നമ്മൾ യൂണിവേഴ്സൽ എന്ന് പറയാം. ഓക്കെ, ആൾ എന്ന വാക്കിന് ആളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാണല്ലോ, അപ്പോൾ അതിലെല്ലാവരും പെടും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ സാധാരണഗതിയിൽ യൂണിവേഴ്സൽ എന്ന് പറയാറുണ്ട്. ഓക്കെ, അതുപോലെ ഇനി നോ എന്ന് പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽ എന്ന് പറയും. ആരും ഇല്ല, അതിലും എല്ലാവരും. ഇവിടെ ആരും മദ്യപിക്കാറില്ല എന്ന് പറഞ്ഞാൽ അതിൽ ആൾക്കാർ എല്ലാവരും പെടുന്നുണ്ടല്ലോ. മദ്യപിക്കാത്തവർ എന്ന് പറയുന്നതിൽ അതിലെല്ലാവരും പെടുന്നുണ്ട് അല്ലേ. നോ വൺ എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ എന്താണ്? അതും യൂണിവേഴ്സലാണ്. ഇനി സം എന്ന് പറയുകയാണെങ്കിൽ പർട്ടിക്കുലർ എന്ന് പറയും. ഇവിടെ ഓക്കെ, ഇതാ ആൾ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് വരികയാണെങ്കിൽ യൂണിവേഴ്സൽ എന്ന് പറയും.
സം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ എന്ന് വരും. ഓക്കെ, ഇനി നോ എന്ന് പറഞ്ഞിട്ട് വന്നാലും അത് യൂണിവേഴ്സൽ ആയിട്ട് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം, 4 കാറ്റഗറികളായിട്ടാണല്ലോ നമ്മൾ പറയണത്. അപ്പോൾ ഒന്ന് ആള്, ഈ ക്വാണ്ടിഫയർ 2 തരത്തിലുണ്ട്. ഒന്നെങ്കിൽ എന്താണ് യൂണിവേഴ്സൽ, 2 പർട്ടിക്കുലർ. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആളായിരിക്കും അല്ലെങ്കിൽ നോ, ഇതൊക്കെ യൂണിവേഴ്സലാണ്. സം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ആണ്. ഓക്കെ, പിന്നെ അപ്പോൾ ഇത് മനസ്സിലാക്കി. ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം, 4 ടൈപ്പുകൾ, 4 കാറ്റഗറികളാക്കിയിട്ട് എന്ത് ചെയ്യാം, ഇതിനെ ഈ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനെ 4 സ്റ്റാൻഡേർഡ് ടൈപ്സ് അല്ലെങ്കിൽ 4 ടൈപ്സ് അല്ലെങ്കിൽ ഫോംസ് ആക്കിയിട്ട് കാറ്റഗറി ചെയ്യാം, വേർതിരിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. 4 ടൈപ്സ് ഓഫ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ. ഓക്കെ, ചുരുക്കി ഇപ്പം നമ്മൾ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനാണ് പറയുന്നത്. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന് 4 കഷ്ണങ്ങളാക്കാം എന്ന് പറഞ്ഞു, 4 ഭാഗങ്ങളാക്കാം. ഒന്ന് ക്വാണ്ടിഫയർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, രണ്ടാമത് സബ്ജക്റ്റ്, മൂന്നാമത്തത് എന്താണ് കോപ്പുല അല്ലെങ്കിൽ ക്വാളിറ്റി, നാലാമത്തത് പ്രെഡിക്കേറ്റ് എന്നിങ്ങനെ 4ആയിട്ട് വേർതിരിക്കാം. ഇനി ഈ സാധനത്തിന് 4 ടൈപ്സ് ഓഫ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ഉണ്ട് എന്ന് പറയുന്നു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാണ് ടൈപ്പ് എ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ, 2 ടൈപ്പ് ഇ ബി അല്ല കേട്ടോ, ഇ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ, ടൈപ്പ് സി അല്ല, ടൈപ്പ് ഐ, ടൈപ്പ് ഒ. അങ്ങനെ 4 ടൈപ്പ് ഓഫ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനാണ്. എ ഇ ഐ ഒ, എ ഇ ഐ ഒ, യു ഇല്ല കേട്ടോ, എ ഇ ഐ ഒ, അങ്ങനെ 4 തരത്തിലുള്ള കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനാണ് ഇവിടെ ഉള്ളത്. ഇത് കാണാതെ പഠിച്ചു നോക്കുക. കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എ ആണ്, കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ഇ ആണ്, ഐ ആണ്, ഒ ആണ്. അങ്ങനെ 3 ഉണ്ട്. ഈ നമ്മൾ ഇനി പിന്നീട് അത് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ടൈപ്പ് എ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുമ്പോൾ അത് മനസ്സിലാക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കുറേ ബാക്കിലേക്ക് പോകും. കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ടൈപ്പ് എ ഉണ്ട്, ടൈപ്പ് ഇ ഉണ്ട്, ടൈപ്പ് ഐ ഉണ്ട്, ടൈപ്പ് ഒ ഉണ്ട്. ഓരോന്നോരോന്ന് വിശദീകരിക്കാം. ഓക്കെ, അപ്പോൾ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ഒന്നാമത്തെ നമുക്ക് പറയാം ടൈപ്പ് എ അല്ലേ. ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ അതെന്താണ്, യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്താണ്, യൂണിവേഴ്സൽ അഫർമേറ്റീവിനെയാണ് ടൈപ്പ് എ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ആളായിരിക്കും, ആൾ, അല്ലെങ്കിൽ നോ ആയിരിക്കും. ഓക്കെ, അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ടേമുകൾ നമ്മൾ പറഞ്ഞല്ലോ, കോപ്പുല അല്ലെങ്കിൽ എന്ത് പറഞ്ഞു, ക്വാളിറ്റി പറഞ്ഞു അല്ലേ. ഇവിടെ ക്വാളിറ്റി ഒന്നെങ്കിൽ ഈസ് നോട്ട്, ആർ നോട്ട്, ഇങ്ങനെയാണ് നമ്മൾ 2 തരത്തിലാണ്. ഒന്നെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ടായിരിക്കും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ആർ ഈസ് പോസിറ്റീവാണ്. ഈ ആർ നോട്ട് ഈസ് നോട്ടൊക്കെ ആണെങ്കിൽ നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ കാറ്റഗോറിക്കൽ സെൻറ്റൻസിൽ പോസിറ്റീവ് ആണെങ്കിൽ അഫർമേറ്റീവ് എന്നും നെഗറ്റീവ് ആണെങ്കിൽ എന്ത് പറയും, നെഗറ്റീവ് എന്നും പറയും. ഓക്കെ, ഈ സെൻറ്റൻസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ സെൻറ്റൻസ് കണ്ടല്ലോ, ആൾ എസ് ഈസ് പി. ഓക്കെ, ഇതൊരു ഉദാഹരണമാണ്. ആൾ എസ് ഈസ് പി അല്ലെങ്കിൽ ആൾ പൊളിറ്റീഷ്യൻസ് ആർ ലയർ. ഇവിടെ ആൾ എന്ന പദം ഉപയോഗിച്ചത് കൊണ്ട് അതെന്താണ്, യൂണിവേഴ്സലാണ്. ഓക്കെ, ഇനി ഇവിടെ ടൈപ്പ് ഐ നോക്കുകയാണെങ്കിൽ ഇവിടെ സം എന്ന പദമല്ല യൂസ് ചെയ്തത്. അപ്പോൾ സം യൂസ് ചെയ്യുമ്പോൾ അത് പർട്ടിക്കുലർ എന്ന് പറയും. ഓക്കെ, ഇവിടെ നോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. നോ യൂസ് ചെയ്യുമ്പോൾ എന്ത് പറയും, യൂണിവേഴ്സൽ എന്ന് പറയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്, ഒന്നെങ്കിൽ ആളായിരിക്കണം
അല്ലെങ്കിൽ നോ ആയിരിക്കണം. എങ്കിൽ അതെന്ത് യൂണിവേഴ്സലാണ്. ഓക്കെ. ഇനി സം ആണെങ്കിൽ അതിനെ പെർട്ടിക്കുലർ എന്ന് പറയും. ഓക്കെ. അപ്പോൾ പർട്ടിക്കുലർ. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ അഫർമേറ്റീവ് എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെയാണ് വന്നത്? ഇവിടെ സം ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ പെർട്ടിക്കുലർ ആയി. ഈ അഫർമേറ്റീവ് എന്ന് പറഞ്ഞത് വാക്ക് എങ്ങനെയാണ് വന്നത്? പോസിറ്റീവ് ആണെങ്കിൽ അഫർമേറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? നെഗറ്റീവ് എന്ന് പറയും. ഈ പോസിറ്റീവും നെഗറ്റീവും എവിടെയാണ് കണ്ടത്? നമ്മുടെ തൊട്ട് മോൾ എക്സാമ്പിൾ, ഇവിടെ പുറത്ത് തന്നെ എക്സാമ്പിൾ. ഇവിടെ ആൾ കാറ്റ്സ് ആർ മാമൽസ്. ആർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അത് അഫർമേറ്റീവ് എന്ന് പറയും. ആൾ കാറ്റ്സ് ആർ നോട്ട് എന്ന് പറയുകയാണെങ്കിൽ നെഗറ്റീവ് എന്ന് പറയും. ഉദാഹരണം ഇവിടെ നോക്കാം. ഇപ്പോൾ നെഗറ്റീവ് ഇവിടെ നോ പൊളിറ്റീഷ്യൻസ് ആർ ലയർ. ഇവിടെ നോ എന്ന വാക്ക് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നെഗറ്റീവാണ്. അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് എന്ന് കൊടുത്തു. പിന്നെ ഇവിടെ സം എസ് ഈസ് നോട്ട് പി, അല്ലെങ്കിൽ സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ. അപ്പോൾ നോട്ട് എന്ന വാക്ക് യൂസ് ചെയ്തുകൊണ്ട് അവിടെ നെഗറ്റീവ് ആക്കി യൂസ് ചെയ്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ്. ഇവിടെ മറ്റൊരു ഉദാഹരണം കൂടി വരാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ആൾ പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ എന്നും പറയും. ആർ നോട്ട് എന്നും പറയാം. അല്ലെങ്കിൽ ആറ് വന്നിട്ട് ഇവിടെ നോ വരികയാണെങ്കിലും എന്താണ്? നെഗറ്റീവാണ് വരുന്നത്. ഓക്കെ. അവിടെ അത് ഞാൻ പറയാം, നമുക്ക് ഓരോന്ന് പറയാം. ഓക്കെ. അപ്പോൾ 4 തരത്തിലുള്ള എന്തൊക്കെയുണ്ട്? കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന് 4 തരത്തിലാണുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എ. എന്ന വാക്ക് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ടൈപ്പ് എ യൂണിവേഴ്സൽ അഫർമേറ്റീവ്. ഉദാഹരണം എന്താണ്? ആൾ പൊളിറ്റീഷ്യൻസ് ആർ ലയർ. ഓക്കെ. ആൾ പൊളിറ്റീഷ്യൻസ് ആർ ലയർ. ആൾ എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? യൂണിവേഴ്സൽ എന്ന് മനസ്സിലാക്കി. ഇനി ഇവിടെ നോ എന്ന് പറയുകയാണെങ്കിലോ എന്താണ്? നോ എന്ന വാക്ക് വരികയാണെങ്കിലോ എന്താണ്? അത് യൂണിവേഴ്സൽ തന്നെയാണ്. ഇനി ഇവിടെ സമ്മാണ് വരുന്നതെന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യും? പെർട്ടിക്കുലർ ആയി മാറും. യൂണിവേഴ്സൽ മാറിയിട്ട് എന്ത് ചെയ്യും? പെർട്ടിക്കുലർ ആവും. പെർട്ടിക്കുലർ. അപ്പോൾ ഇവിടെ ആളാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ സം ആൾ. ഓക്കെ. ആളാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? യൂണിവേഴ്സലായി. ഓക്കെ. പൊളിറ്റീഷ്യൻസ് നമ്മൾ പറഞ്ഞു, അതെന്താണ്? അതൊരു കാറ്റഗറിയാണ്, ഗ്രൂപ്പോ എന്തോ ആവാം. പിന്നെ ഇവിടെ അഫർമേറ്റീവ് എന്ന് പറഞ്ഞു. അഫർമേറ്റീവ് എന്ന് വരാൻ കാരണം എന്താണ്? ഇവിടെ ആർ എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഇനി ആർ നോട്ട് എന്ന് പറഞ്ഞാൽ എന്തേക്കാരം വരിക? ആർ നോട്ട് ആണെങ്കിൽ എന്തായാലും വരിക? അഫർമേറ്റീവിൻ്റെ പകരം നെഗറ്റീവ് എന്ന് പറയും. നെഗറ്റീവ് എന്ന് വരും. ഓക്കെ. കാരണം ഇവിടെ നെഗറ്റീവാണ്. ഇനി ആർ നോട്ടല്ല, ഈസ് എന്നാണ് വരുന്നത്. അപ്പോൾ ഈസ് എന്ന് വരുമ്പോൾ എന്ത് വരും? അഫർമേറ്റീവ് എന്ന് പറയും. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഡൗട്ടില്ലല്ലോ? ഇത് ഞാൻ പറഞ്ഞിട്ട് ഈ ഭാഗം പറഞ്ഞിട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീർത്തരാം. ഓക്കെ. അഫർമേറ്റീവ് എന്ന് പറയും. പിന്നെ ലയർ എന്നുള്ളത് സെയിം ആണ്. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പാണ് എന്ത്? യൂണിവേഴ്സൽ അഫർമേറ്റീവ്. അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ടൈപ്പ് നോക്കാം. ഓക്കെ. ടൈപ്പ് എ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടൈപ്പ് ഏതാണ്? ആരാ പറയാ? എ കഴിഞ്ഞാൽ ഇ ആണ്. ഓക്കെ. വവ്വൽസ് കൊടുത്താൽ മതി. എ ഇ ഐ ഒ. എ ഇ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ നെഗറ്റീവ്. യൂണിവേഴ്സൽ നെഗറ്റീവ് 2 തരത്തിൽ വരാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കൊടുത്തത്? യൂണിവേഴ്സൽ നോ പൊളിറ്റീഷ്യൻസ് ആർ ലയർ. നോ പൊളിറ്റീഷ്യൻസ് ആർ ലയർ. ഓക്കെ. ഇവിടെ നോ എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ യൂണിവേഴ്സലായി. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആർ എന്ന് പറഞ്ഞാലും എന്താണ്? ആൾ എന്ന് പറഞ്ഞാലും യൂണിവേഴ്സൽ തന്നെ വരാം. ഓക്കെ.
പിന്നെ ഇവിടെ നെഗറ്റീവ് എന്തുകൊണ്ടായി? ഇവിടെ നോ എന്നതുകൊണ്ടാണ് നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലോ നോ. ഇവിടെ ആർ നോട്ട് എന്ന് പറയുന്നതിന് നമുക്ക് എന്താണ് നോ എന്ന് പറഞ്ഞാലും ആർ നോട്ട് എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ആയത്. ഇനി ഇവിടെ ഇങ്ങനെ എഴുതിയാലും എങ്ങനെയാണ്? ആൾ പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് എന്ന് വരികയാണെങ്കിലും എന്താണ് നെഗറ്റീവ് തന്നെയാണ് വരിക. നോട്ട് എവിടെ ഉണ്ടെങ്കിലും അത് നെഗറ്റീവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെന്ത് പറയും? യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയും. ഓക്കെ, ഇതെങ്ങനെയാണ് എക്സാമിന് വരിക എന്നുള്ളതൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. മൂന്നാമത്തത് എന്താണ്? ഇവിടെ നോക്കിയാൽ അറിയാം. 3 ടൈപ്പ് ഐ. ടൈപ്പ് ഐ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ അഫർമേറ്റീവ്. ടൈപ്പ് ഐ, പെർട്ടിക്കുലർ അഫർമേറ്റീവ്. പെർട്ടിക്കുലർ അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ സം പൊളിറ്റീഷ്യൻസ് ആർ ലയർ. ഉദാഹരണമാണ് സം പൊളിറ്റീഷ്യൻസ് ആർ ലയർ. സം എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്ത് ഇവിടെ പർട്ടിക്കുലർ എന്ന് വന്നത്. ഇവിടെ ആൾ എന്നാണ് വന്നിരുന്നത് എങ്കിൽ എന്താണ് വരിക? ആരാ പറയാ? ആൾ എന്നാണ് വന്നിരുന്നത് എങ്കിൽ എന്താ വരിക? യൂണിവേഴ്സൽ എന്നാണ് വരിക അല്ലേ? ഇവിടെ സം ആയതുകൊണ്ട് പകുതിയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതിനെ പെർട്ടിക്കുലർ എന്ന് വന്നു. ഇനി അഫർമേറ്റീവ് എന്ന് വന്നത് എന്തുകൊണ്ടാണ്? അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവിനെയാണ് അഫർമേറ്റീവ് എന്ന് പറയാം. അപ്പോൾ ആർ എന്നത് വന്നതുകൊണ്ടാണ് അഫർമേറ്റീവ് വന്നത്. ഈസ് എന്ന് വന്നാലും ഇവിടെ അഫർമേറ്റീവ് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി ആർ നോട്ട് എന്ന് വന്നാൽ എന്തൊക്കെയാരും വരിക? ഇവിടെ നെഗറ്റീവാണ് വരിക. പർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് വരും. എങ്ങനെ? ഇവിടെ ആർ നോട്ട് എന്ന് വരിക, അല്ലെങ്കിൽ ഈസ് നോട്ട് വരികയാണെങ്കിൽ നെഗറ്റീവ് എന്നാണ് വരിക. പെർട്ടിക്കുലർ നെഗറ്റീവ് എന്നാണ് വരിക. അപ്പോൾ നിലവിൽ ആർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്? പെർട്ടിക്കുലർ അഫർമേറ്റീവ് എന്നാണ്. ഓക്കെ, അപ്പോൾ പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആയി. ഓക്കെ, ഇനി ടൈപ്പ് ഒ. എന്ന് പറഞ്ഞാൽ എന്താണ്? പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. ഈ പെർട്ടിക്കുലർ നെഗറ്റീവ് ടൈപ്പ് ഒ ഇവിടെ എഴുതാം. 4ാമത്തെ കാറ്റഗറിയാണ് ടൈപ്പ് ഒ. അപ്പോൾ ഇങ്ങനെ നോക്കുക, AEIO എന്ന വാക്കാണ്. ഈ 4 അക്ഷരങ്ങൾ പഠിച്ചു വെക്കണം. 4ാമത്തെ ഒ ആണ് പെർട്ടിക്കുലർ നെഗറ്റീവ്. പെർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ. ഈ സം എന്ന വാക്ക് വന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇവിടെ പെർട്ടിക്കുലർ എന്നത് വന്നത്. ആർ നോട്ട് എന്ന് വാക്ക് വന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? ലയർ നെഗറ്റീവ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇത് നിർബന്ധമായിട്ട് പഠിക്കണം. ഇവിടെ നമ്മൾ എന്തൊക്കെ 2 തരത്തിലുള്ള വേർഡുകൾ നമ്മൾ പഠിച്ചു. ഒന്ന് യൂണിവേഴ്സലും പെർട്ടിക്കുലറും. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ അവിടെ ഏതൊക്കെ വാക്കുകൾ വരുമ്പോഴാണ് യൂണിവേഴ്സൽ വരിക? ആള്, നോ എന്ന് പറയുമ്പോൾ 2 വാക്കുകൾ വന്നാൽ എന്ത് ചെയ്യും? യൂണിവേഴ്സൽ എന്ന വാക്ക് വരും. ഇവിടെ പെർട്ടിക്കുലർ എന്ന് പറഞ്ഞ വാക്ക് വരണമെങ്കിൽ സം എന്ന വാക്ക് വരണം. സം ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? പെർട്ടിക്കുലർ ആയിട്ട് വരും. ഓക്കെ, പിന്നെ ഇവിടെ അഫർമേറ്റീവും കാണാം, നെഗറ്റീവും കാണാം. അഫർമേറ്റീവ് എപ്പോഴാണ് വരിക? അവിടെ പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ടാകുമ്പോഴാണ് അഫർമേറ്റീവ് വരിക. ഇവിടെ ആർ അല്ലെങ്കിൽ ഇവിടെ ആർ. ഈസ് വന്നാലും എന്താണ്? അഫർമേറ്റീവ് ആണ്. ഇവിടെ ആർ നോട്ട് എന്നുണ്ട്. ആർ നോട്ട് പറഞ്ഞാൽ നോ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആകാൻ കാരണം ഇവിടെ നോ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞ വാക്ക് വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ആർ നോട്ട്, ആൾ പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് എന്ന് വന്നാൽ എന്താണ്? നെഗറ്റീവാണ് വരിക. ഇനി ഇവിടെ ഇതേപോലെ തന്നെ ആർ നോട്ട് വന്നതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്താണ്? യൂണിവേഴ്സൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പെർട്ടിക്കുലർ അഫർമേറ്റീവ്, പെർട്ടിക്കുലർ നെഗറ്റീവ്. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഒന്ന് ചോദിക്കൂ. ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
ശരിക്കും ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഒരു സാധനം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന സെൻറ്റൻസ് ആണ്. ഈ ക്ലാസ്സിൽ എല്ലാ വിദ്യാർത്ഥികളും മിടുക്കന്മാരാണ്. അങ്ങനെ പറയുന്ന സമയത്ത് ഒന്നെങ്കിൽ അത് ശരിയായിക്കാരം അല്ലെങ്കിൽ തെറ്റായിരിക്കും. എല്ലാ നായകളും പട്ടികളാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒന്നെങ്കിൽ ശരിയായിക്കാരം അല്ലെങ്കിൽ തെറ്റായിരിക്കും. എല്ലാ മൃഗങ്ങളും പക്ഷികളാണ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് ശരിയായിരിക്കും അല്ലെങ്കിൽ തെറ്റായിരിക്കും. അതെന്താണ്? എന്താണ്? സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രപ്പോസിഷൻ എന്ന വാക്കുകൊണ്ടും പ്രയോഗിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രപ്പോസിഷനാണത് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ. കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന് 4 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? ഒന്ന് ക്വാണ്ടിഫയർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, രണ്ടാമത്തെ സബ്ജക്റ്റ്, മൂന്നാമത്തെ കോപ്പുല അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ്. അതിൻ്റെ ബേസിൽ നമ്മൾ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനെ 4 ടൈപ്സ് ആക്കി മാറ്റി. ടൈപ്പ് എ, ടൈപ്പ് ഇ, ടൈപ്പ് ഐ, ടൈപ്പ് ഒ. AEIO എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഇതാണിത്. ഇനി നമുക്ക് ആർഗ്യുമെൻ്റ് എന്താണെന്ന് നോക്കാം. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻ്റ് ചെയ്തു എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ആർഗ്യുമെൻ്റ് അല്ല ലോജിക്കൽ തിങ്കിങ്ങിൽ യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്. ലോജിക്കൽ തിങ്കിങ്ങിൽ യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ് കെയർഫുള്ളി സ്ട്രക്ചേർഡ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ്ഡ് ടു പ്രൂവ് ദ സ്പെസിഫിക് പോയിൻ്റ്. ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൾ അനിമൽസ് ആർ ബേർഡ്, ആൾ ബേർഡ്സ് ആർ അനിമൽസ് എന്നൊക്കെ പറഞ്ഞ ഓരോ സെൻറ്റൻസുകൾ കണ്ടല്ലോ, സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടല്ലോ. ഈ ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് എന്ത് പറയാം? ആർഗ്യുമെൻ്റ് എന്ന് പറയാം. അതെന്തെങ്കിലും ഒരു സ്പെസിഫിക് പോയിൻറ്റിനെ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. ഓക്കെ, എന്തെങ്കിലും ഒരു പോയിൻറ്റിനെ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളെയോ പ്രപ്പോസിഷനുകളെയോ എന്ത് പറയുന്നു? ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നു. ഈ ആർഗ്യുമെൻ്റാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അപ്പോൾ ഇത് 2 രീതിയിലാണ് വരിക. ഒന്നെങ്കിൽ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ എന്ന രീതിയിൽ വരും, അല്ലെങ്കിൽ അസേർഷൻ ആൻഡ് റീസണിങ് എന്ന രീതിയിൽ വരും. ആദ്യം നമുക്ക് പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ എന്ന രീതി നോക്കാം. പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ. ഇവിടെ എന്ത് ചെയ്യും? പ്രിമൈസ് തരും, മറ്റൊരു കൺക്ലൂഷനും തരും. പ്രിമൈസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫാക്റ്റ് വിശദീകരിക്കും. ആ ഫാക്റ്റ് വിശദീകരിക്കുമ്പോൾ ഒരു ഫാക്റ്റ് ഉദാഹരണം ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഫാക്റ്റ് ആദ്യം അത് നമ്മൾ ആർഗ്യുമെൻ്റാണ്. പ്രിമൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർഗ്യുമെൻ്റാണ്. അത് നമ്മളൊരു കാര്യം പറയണം. ആ കാര്യം പറയുന്നതിന് വേണ്ടിയുള്ള തെളിവിനെയാണ് എന്ത് പറയുക? കൺക്ലൂഷൻ എന്ന് പറയാം. ഉദാഹരണം നമുക്ക് നോക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ആൾ മാൻ, ഒരു പ്രിമൈസ് 1, ആൾ men are mortal. ഓക്കെ, ഇനി പ്രിമൈസ് 2, സോക്രട്ടീസ് ഈസ് എ man. ഇനി നമ്മൾ കൺക്ലൂഷൻ therefore സോക്രട്ടീസ് ഈസ് മോർട്ടൽ. ഇവിടെ നമ്മൾ പ്രിമൈസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? കൺക്ലൂഷൻ എന്ന് പറയാം. അപ്പോൾ പ്രിമൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റ്, കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പ്രിമൈസ് എന്ന് പറയാം. ഓക്കെ, ഫൈനലായിട്ടുള്ള നമ്മളെ ക്ലെയിമിനെയാണ് കൺക്ലൂഷൻ എന്ന് പറയാം. ഇപ്പോൾ നോക്കുക, ആൾ മെൻ ആർ മോർട്ടൽ. ഓക്കെ, സോക്രട്ടീസ് ഈസ് എ മെൻ. നമുക്കെന്ത് മനസ്സിലായി? എല്ലാ മനുഷ്യന്മാരും മോർട്ടലാണ്. സോക്രട്ടീസ് ഒരു മനുഷ്യനാണ് അല്ലെ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു പുരുഷനാണ് അല്ലെങ്കിൽ മനുഷ്യനാണ്. അപ്പോൾ ഇത് നമ്മളെന്താണ്? നമ്മൾ ആർഗ്യുമെൻ്റാണ്, നമ്മളൊരു കാര്യം പറയണം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫൈനൽ ക്ലെയിം എന്താണ്? ഇതിൽ നിന്ന് തന്നെ എടുത്തൊരു സാധനമാണ്. therefore സോക്രട്ടീസ് ഈസ് മോർട്ടൽ. സോക്രട്ടീസ് മെനാണെന്ന് പറഞ്ഞു, മെന് മോർട്ടലാണ്. അപ്പോൾ സോക്രട്ടീസ് ഈസ് മോർട്ടൽ. അപ്പോൾ ഇതിനെന്ത് പറയും? പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഇതിൽ സംശയമില്ലല്ലോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടെ നമ്മൾ ഈ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വീട് പോലെയാണ്. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു സ്പെസിഫിക് പോയിൻ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാം ആർഗ്യുമെൻ്റ് എന്ന് പറയാം. ഇവിടെ സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 2 പ്രിമൈസ് മുന്നിൽ വെക്കുകയാണ്. എല്ലാ
മെൻ ആൾ മെൻ ആർ മോർട്ടൽ ഒന്നാമത്തെ പ്രിമൈസ്. സോക്രട്ടീസ് ഈസ് എ മെൻ എന്നത് മറ്റൊരു പ്രിമൈസ്. ഇത് രണ്ടും വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണെന്ത്, സോക്രട്ടീസ് മോർട്ടലാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രിമൈസ് പറയും, പിന്നെയാണ് കൺക്ലൂഷൻ വരിക. ഓക്കെ, പ്രിമൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കൺക്ലൂഷൻ്റെ സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനലായിട്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ആണ്. ഓക്കെ, ഫൈനൽ അതാണ് എന്ത് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ത് പറയും? ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ആർഗ്യുമെൻറ്റ് രണ്ട് തരത്തിലുണ്ട്. പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ എന്ന രീതിയിലും ആർഗ്യുമെൻറ്റ് വരാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് പിന്നെ പറഞ്ഞത് അസേർഷൻ അല്ലെങ്കിൽ റീസണിങ് എന്ന രീതിയിൽ വരാം. ഇവിടെ നമ്മൾ എളുപ്പത്തിൽ കണ്ടെത്താൻ നമ്മളെ ക്വസ്റ്റ്യനിൽ ദെയർഫോർ എന്ന വാക്ക് നമ്മൾ എവിടെയെങ്കിലും കാണുകയാണ്, കൺക്ലൂഷനിൽ ദെയർഫോർ എന്ന വാക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാം. അതെന്താണ്? പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ എവിടെ യൂസ് ചെയ്യണം? അവിടെ ദെയർഫോർ എന്ന വാക്ക് കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ദെയർഫോർ എന്ന് കണ്ടാൽ അതെന്താണ്? ദെയർഫോർ എന്ന് കണ്ടാൽ അത് പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഫൈനൽ ക്ലൈം. ഓക്കെ, സോക്രട്ടീസ് ഈസ് മോർട്ടൽ. ദെയർഫോർ എന്ന് പറഞ്ഞ വാക്കുണ്ട് അവിടെ. ദെയർഫോർ എവിടെ യൂസ് ചെയ്യുള്ളൂ? പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ മെത്തേഡിലേ യൂസ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് അസേർഷൻ ആൻഡ് റീസണിങ് മെത്തേഡ് നോക്കാം. ഇത് സാധാരണഗതിയിൽ ഇന്ത്യൻ ലോജിക്കിലാണ് ഈ സാധനം അസേർഷൻ ആൻഡ് റീസണിങ് യൂസ് ചെയ്യുക. ഇതും മറ്റൊരു തരത്തിലുള്ള ആർഗ്യുമെൻ്റ് ആണ്. ഇവിടെ അസേർഷൻ ഉണ്ടാവും, രണ്ടാമത് റീസണിങ് ഉണ്ടായിരിക്കും. അസേർഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളിവിടെ അസേർഷൻ ഈക്വൽ ടു കൺക്ലൂഷൻ. നമ്മൾ നേരത്തെ കൺക്ലൂഷൻ പറഞ്ഞില്ലേ, ആ കൺക്ലൂഷൻ ഇവിടെ അസേർഷൻ ആദ്യം പറയും. റീസണിന് എന്താണ്? പ്രിമൈസ്. ഓക്കെ, ആദ്യം നമ്മൾ അസേർഷൻ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ എന്താ പറഞ്ഞത്? പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ എങ്ങനെ ഉദാഹരണം പറഞ്ഞത്? ഇവിടെ നമ്മളിതാ ആൾ മെൻ ആർ മോർട്ടൽ, അതൊരു പ്രിമൈസ് ആണ്. സോക്രട്ടീസ് ഈസ് എ മെൻ, അത് മറ്റൊരു പ്രിമൈസ് ആണ്. ഓക്കെ, സോക്രട്ടീസ് ഈസ് എ മെൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? പ്രിമൈസ് പറഞ്ഞു അല്ലേ? പ്രിമൈസ് പറഞ്ഞിട്ട് പിന്നെയാണ് എന്ത് ചെയ്ത് കൺക്ലൂഷൻ പറഞ്ഞത്. പ്രിമൈസ് ആൻഡ് കൺക്ലൂഷനിൽ കൺക്ലൂഷൻ പറഞ്ഞപ്പോൾ ആദ്യം പ്രിമൈസ് പറഞ്ഞു, പിന്നെ കൺക്ലൂഷൻ പറഞ്ഞു. ദെയർഫോർ സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്ന് പറഞ്ഞു. ഇനി അസേർഷൻ ആൻഡ് റീസണിങ് പറയുകയാണെങ്കിൽ അസേർഷൻ ആൻഡ് റീസണിങ് നേരെ തിരിച്ചാണ് വരിക. കൺക്ലൂഷൻ എന്ന് പറഞ്ഞത് ശരിക്കും എന്താണ്? അസേർഷനാണ്. പ്രിമൈസ് എന്ന് പറഞ്ഞാൽ റീസണിങ് ആണ്. ഓക്കെ, ഇത് നേരെ തിരിച്ചാണ് ഇടുക. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ അസേർഷൻ പറയും. അസേർഷൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യം അസേർഷൻ പറഞ്ഞു. എങ്ങനെ എക്സാമിന് വരിക എന്നുള്ളത് നമുക്ക് അടുത്ത് പറയാം. അസേർഷൻ എന്ന് പറഞ്ഞിട്ട് പറയും ദ ഡിസ്റ്റൻറ്റ് ഹില്ല് ഹാസ് ഫയർ. അസേർഷൻ. റീസൺ because there is smoke rising from it. ഓക്കെ, അപ്പോൾ ഇവിടെ അസേർഷൻ ആൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ ആദ്യം അസേർഷൻ വരും. നമ്മൾ അസേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് പ്രിമൈസ് ആൻഡ് കൺക്ലൂഷനിലെ കൺക്ലൂഷനാണ്. പിന്നെ റീസൺ എന്ന് പറഞ്ഞാൽ പ്രിമൈസും ആണ്. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ അസേർഷൻ ഓക്കെ
അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പറയാനുള്ള ജസ്റ്റിഫിക്കേഷൻ ആദ്യം പറഞ്ഞു. ആ ഡിസ്റ്റൻറ്റ് ഹിൽ ഹാസ് ഫയർ, അവിടെ തീ കത്തുന്നുണ്ട്. ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റീസൺ പിന്നെയാണ് വിശദീകരിക്കുന്നത്. നമ്മൾ ആദ്യം അസേർഷൻ ആൻഡ് കൺക്ലൂഷനിൽ പറഞ്ഞത്, പ്രിമൈസ് ആൻഡ് കൺക്ലൂഷനിൽ പറഞ്ഞത് ആദ്യം പ്രിമൈസ് പറയും, പിന്നെ കൺക്ലൂഷൻ പറയും. ഇവിടെ അസേർഷൻ ആൻഡ് റീസണിൽ നേരെ തിരിച്ചു വരും. അസേർഷൻ ആദ്യം പറയും, പിന്നെ റീസൺ പറയും. ഓക്കെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇത് ഡൗട്ടില്ലല്ലോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ചോദിക്കൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ക്ലാസ് ഒന്നുകൂടി കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്നോട് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് വളരെ സിമ്പിളാണ്, കൺഫ്യൂഷനൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ആർഗ്യുമെൻ്റാണ് പറഞ്ഞത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ് നോക്കാം. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ആർഗ്യുമെൻറ്റുകളുണ്ട്. ഓക്കെ, ഒന്നാമതാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്, 2 ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്, അബ്ഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്, അനലോജിക്കൽ ആർഗ്യുമെൻറ്റ്. ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡൗൺ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ടോപ്പ് ഡൗൺ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം പറയും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആൾ മെൻ ആർ മോർട്ടൽ. ആൾ മെൻ ആർ മോർട്ടൽ. പിന്നെ സോക്രട്ടീസ് ഈസ് എ മെൻ. ഇപ്പോൾ സോക്രട്ടീസ് ഈസ് മോർട്ടൽ. ആദ്യം നമ്മൾ ജനറൽ പറഞ്ഞത് ആൾ മെൻ ആർ മോർട്ടൽ, എല്ലാവരും മോർട്ടലാണ്. സോക്രട്ടീസ് എല്ലാ മനുഷ്യരും, അല്ലെങ്കിൽ ആൾ മെൻ ആർ മോർട്ടൽ. സോക്രട്ടീസ് ഈസ് എ മെൻ, അപ്പോൾ സോക്രട്ടീസ് ഈസ് മോർട്ടൽ. ഈ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും ജയിച്ചിട്ടുണ്ട്. ബാബു ഈ കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണ്, ബാബുവും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ്, ഒരു വലിയ കാര്യം പറഞ്ഞിട്ട് അതിൽ നിന്ന് സ്പെസിഫിക് പറയാണ്. ജനറൽ ടു സ്പെസിഫിക് ആണെന്ത്, ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്ന് പറയാം. മനസ്സിലായല്ലോ അല്ലേ? ഡൗട്ടില്ലല്ലോ? ആദ്യം ജനറൽ ആയിട്ടുള്ളൊരു കാര്യം പറയും, പിന്നെ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ അതെന്ത് പറയും, ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്ന് പറയും. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഇനി ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്. ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യം പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും, ജനറൽ കാര്യം പറയും. ഉദാഹരണമായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ 1000 താറാവുകളെ കണ്ടു. 1000 താറാവുകളും വെള്ളത്താറാവുകളാണ്, അതുകൊണ്ട് എല്ലാ താറാവുകളും വെള്ളത്താറാവുകളാണ്. അത് സ്പെസിഫിക് ടു ജനറലാണ്. ഞാൻ കണ്ട 1000 താറാവുകളും വെള്ളത്താറാവുകളാണ്, അതുകൊണ്ട് എല്ലാ താറാവുകളും വെള്ളത്താറാവുകളാണ്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ടു ജനറലാണ്. ഈ കോളേജിലെ ഞാൻ കണ്ട വിദ്യാർത്ഥികളെല്ലാവരും വിജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ കോളേജിൽ പഠിക്കുന്ന എല്ലാവരും വിജയിക്കും എന്ന് പറയുന്നത് സ്പെസിഫിക് ടു ജനറലാണ്. ഓരോ വ്യക്തിയെ നോക്കിയിട്ട് മൊത്തമായിട്ട് പറയുന്നതിനാണ് എന്ത് പറയാം, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് എന്ന് പറയാം. ഓക്കെ, സംശയമില്ലല്ലോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഇല്ല. അടുത്താണ് അബ്ഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്. അബ്ഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് എന്താണ്, എഡ്യൂക്കേറ്റഡ് ഗസ്സിനാണ് എന്ത് പറയാം, അബ്ഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് എന്ന് പറയാം. അതിന് ഉദാഹരണം ഒരു ഊഹം മാത്രമായിരിക്കും. ഊഹത്തിലൂടെ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് പറയുന്ന സമയത്താണ് അബ്ഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ആൾ കോയിൻസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ആൾ കോയിൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എല്ലാ കോയിനുകളും ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നു. ഈ സ്വർണം എൻ്റെ കയ്യിലുള്ള ഇഫ് ദീസ് കോയിൻസ് ആർ മെയ്ഡ് ഓഫ് ഗോൾഡ് ദേ കുഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഈ കണ്ടക്ട് ചെയ്യുന്ന ഇതൊക്കെ ഇലക്ട്രിസിറ്റിയാണ്. വേറൊരു ഉദാഹരണം പറയാം. എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ABC കോളേജിലെ വിദ്യാർത്ഥികളാണ്. ആദ്യം പറഞ്ഞു, എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. രണ്ടാമത്തെ സെൻറ്റൻസ്, ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ABC കോളേജിലെ വിദ്യാർത്ഥികളാണ്. therefore എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പറയാണ് ABC കോളേജിലെ വിദ്യാർത്ഥികളെല്ലാവരും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്.
അതൊരു ഗസ്സാണ് അല്ലേ. എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികളൊക്കെ ABC കോളേജിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ഗസ് ചെയ്യണം. അത് ശരിയാവാനും തെറ്റാവാനും സാധ്യതയുണ്ട്. അതിനെയാണ് എന്ത് പറയാം, എഡ്യൂക്കേറ്റഡ് ഗസ് എന്ന് പറയാം. അടുത്താണ് അനലറ്റിക്കൽ ആർഗ്യുമെൻറ്റ്. അനലറ്റിക്കൽ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്ത് പറയുകയാണ് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ പഴയ ലാപ്ടോപ്പ് ഡെല്ലിൻ്റെ ലാപ്ടോപ്പാണ്. അത് 16 GB റാമുള്ള ഡെല്ലിൻ്റെ ലാപ്ടോപ്പാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത്. അത് ഒരു പ്രശ്നമില്ലാതെ 5 വർഷം നിന്നു. ഓക്കെ, മൈ ഓൾഡ് ലാപ്ടോപ്പ് വാസ് ബ്രാൻഡ് എക്സ് അല്ലെങ്കിൽ ഡെല്ല്, ഹാഡ് 16 GB ഓഫ് റാം ആൻഡ് ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, ഇത്ര മനസ്സിലാക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ലാപ്ടോപ്പ് 16 GB ഡെല്ല് ലാപ്ടോപ്പ് 5 വർഷം കേടുകൂടാതെ നിന്നു. ഒരു സെൻറ്റൻസ്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന 16 GB ഡെല്ല് ലാപ്ടോപ്പ് 5 വർഷം കേടുകൂടാതെ നിന്നു. ഒരു സെൻറ്റൻസ്. ഞാൻ പുതിയൊരു 16 GB ഡെല്ല് ലാപ്ടോപ്പ് വാങ്ങി. രണ്ടാമത്തെ സെൻറ്റൻസ്. അപ്പോൾ ആദ്യത്തെ 2 സെൻറ്റൻസും കമ്പയർ ചെയ്തിട്ട് മൂന്നാമത്തെ സെൻറ്റൻസ് ഞാൻ പറയണം. അതുകൊണ്ട് ഈ ലാപ്ടോപ്പും 5 വർഷവും കേടുകൂടാതെ നിൽക്കും. അതെങ്ങനെ പറഞ്ഞതാണ്? അനലൈസ് ചെയ്ത് കമ്പയർ ചെയ്ത് പറഞ്ഞതാണ്. ആദ്യം ഞാൻ പറഞ്ഞതാണ്, ഞാൻ ആദ്യം വാങ്ങിയ ലാപ്ടോപ്പ് ഡെല്ല് ലാപ്ടോപ്പ് 16 GB ഡെല്ല് ലാപ്ടോപ്പ് 5 വർഷം കേടുകൂടാതെ നിന്നു എന്ന് ആദ്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ സെൻറ്റൻസ്, ഞാൻ പുതിയൊരു 16 GB ഡെൽ ലാപ്ടോപ്പ് വാങ്ങി. എന്നിട്ട് ഈ 2 സെൻറ്റൻസും കമ്പയർ ചെയ്തിട്ടാണ് മൂന്നാമത്തെ കൺക്ലൂഷനിൽ പറയുന്നത് എന്ത്, അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിയ ഡെൽ ലാപ്ടോപ്പ് 5 വർഷം കേടുകൂടാതെ നിൽക്കും എന്ന് പറഞ്ഞത്. അതിനാണ് അനോലോജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇവിടെ ഓരോ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ്, ഇനി ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്. നമ്മൾ 4 തരത്തിലെ ആർഗ്യുമെൻറ്റ് പറഞ്ഞല്ലോ. അതിൽ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ഉണ്ട്, പലതരത്തിലുള്ള ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ഉണ്ട്, പലതരത്തിലുള്ള ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റുകളുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ നോക്കാം. ഇതുവരെയുള്ള ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് പറഞ്ഞാൽ എന്താണ്? ഒരു തിയറി മൊത്തത്തിലൊരു കാര്യം പറഞ്ഞിട്ട് ഡിഡക്റ്റ് ചെയ്യണതിനാണ് എന്താ പറയുക, ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്. ഉദാഹരണം നമ്മളിവിടെ നേരെ മുകളിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് പറഞ്ഞ സമയത്ത് ആൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ മെൻ, ഇപ്പോൾ സോക്രട്ടീസ് ഈസ് മോർട്ടൽ. ആൾ മെൻ ആർ മോർട്ടൽ എന്ന് ആദ്യം നമ്മൾ പറഞ്ഞു. എന്നിട്ട് സോക്രട്ടീസ് ഒരു മനുഷ്യനാണല്ലോ, അപ്പോൾ സോക്രട്ടീസിനെ എങ്ങനെ താഴത്തേക്ക് കൊണ്ടുവന്നു. ജനറൽ തിയറി പറഞ്ഞിട്ട് സ്പെസിഫിക്കിലേക്ക് വരുന്നതിനാണ് എന്ത് പറയാം, ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് പ്രധാനമായിട്ട് 3 തരത്തിലുണ്ട്. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഓക്കെ, അപ്പോൾ നമ്മൾ സിലോജിസം എന്ന വാക്ക് നമുക്ക് പറയാം. സിലോജിസം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും, സിലോജിസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ an argument that contain 2 premises and 1 conclusion. 2 പ്രിമൈസും ഒരു കൺക്ലൂഷനുമുള്ള ആർഗ്യുമെൻറ്റിനെയാണ് എന്ത് പറയാം, സിലോജിസം എന്ന് പറയാം. ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സോക്രട്ടീസിനെ ഉദാഹരണം പറഞ്ഞല്ലോ. സോക്രട്ടീസിൻ്റെ ഉദാഹരണം ഇവിടെ എഴുതി വെച്ചിരുന്നു. ഇവിടെ 2 പ്രിമൈസും ഒരു കൺക്ലൂഷനുമുള്ള ആർഗ്യുമെൻറ്റിനെ എന്ത് പറയും, സിലോജിസം എന്ന് പറയും. എന്താണ്? SYLLOGISM. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഇനി പറയുള്ളൂ കേട്ടോ, ഇനി വേറെ പുതിയതൊന്നും പഠിക്കാനില്ല. അപ്പോൾ 2 പ്രിമൈസുകളും ഒരു കൺക്ലൂഷനുമുള്ള ഒരു ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കുറേ സ്റ്റേറ്റ്മെൻറ്റുകളുടെ കൂട്ടത്തിനെയാണ് എന്താ ആർഗ്യുമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് പ്രിമൈസും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷനും ആണെങ്കിൽ അതിനെന്ത് പറയും, സിലോജിസം എന്ന് പറയും. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് അപ്പോൾ എന്താണ്, ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് 3 തരത്തിലുണ്ട്. ഒന്ന് കാറ്റഗോറിക്കൽ സിലോജിസം, 2 ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം, ഡിസ്ജക്റ്റീവ് സിലോജിസം. സംഭവം വളരെ സിമ്പിളാണ്, പേര് കണ്ട് ഞെട്ടണ്ട. കാറ്റഗോറിക്കൽ സിലോജിസം എന്ന് പറഞ്ഞാൽ അവിടെ കാറ്റഗറികളാണ് ഉണ്ടാവുക. ഉദാഹരണമായിട്ട് ആൾ ഹ്യൂമൺ ഈസ് മോർട്ടൽ,
സോക്രട്ടീസ് ഈസ് എ ഹ്യൂമൺ ദെർഫോർ സോക്രട്ടീസ് ഈസ് ഇമ്മോർട്ടൽ. അത് കാറ്റഗറി അല്ലേ വരുന്നത്. മാൻ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി, മോർട്ടൽ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി, മനുഷ്യൻ ഹ്യൂമൺ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി. അപ്പോൾ ഇത് കാറ്റഗോറിക്കൽ സിലോയിസം. അവിടെ എന്താ പറയുക, ഗ്രൂപ്പുകളോ ക്ലാസ്സുകളോ ഒക്കെ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ. ഹൈപ്പോത്തറ്റിക്കൽ സിലോയിസം. ഹൈപ്പോത്തറ്റിക്കൽ സിലോയിസത്തിൽ യൂസ് ചെയ്യുക ഈഫ് ദെൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുക. ഉദാഹരണമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ നോക്കി എഴുതാം ഈഫ് ദെൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈഫ് ഈഫ് ബാബു വാസ് ഹിറ്റ് ബൈ മെറ്റാറിറ്റ്. പുൽക്ക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു ഉദാഹരണം ടെക്സ്റ്റിൽ കൊടുത്തൊരു ഉദാഹരണം പുൽക്ക, മെറ്ററിറ്റ്. ദെൻ ബാബു ഈസ് ഡെഡ്. ഓക്കെ. മൂന്നാമത്തത് ബാബു, ഇതൊറ്റ സെൻറ്റൻസ് ആട്ടോ. പ്രിമൈസ് 1, 2 പ്രിമൈസ് 2. ബാബു വാസ് ഹിറ്റ് ബൈ എ meteorite. Conclusion. Therefore, Babu is dead. ഇവിടെ ഈഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് പറയാം, കാറ്റഗോറിക്. ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈഫ് ദെൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന സെൻറ്റൻസിനെയാണ് എന്ത് പറയാം, ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഇഫ് ബാബു ഈസ് ഹിറ്റ് ബൈ മെറ്ററിറ്റ്. ബാബുവിനെ എന്ത് ചെയ്തു, ബാബുവിനെ ഉൽക്ക തട്ടിയാൽ ബാബു മരിക്കും. അതെന്നാണ് ഇഫ് ബാബു വാസ് ഹിറ്റ് ബൈ. അവിടെ ഇഫ് ബാബു വാസ് ഹിറ്റ് ബൈ മെറ്ററോയിഡ് ദെൻ ബാബു ഈസ് ഡെഡ്. അപ്പോൾ ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വന്നിട്ടുണ്ടല്ലോ. രണ്ടാമത് ബാബു ഈസ് ഹിറ്റ് ബൈ മെറ്ററൈറ്റ്. അപ്പോൾ ബാബു എന്ത് ചെയ്തിട്ടുണ്ട്, ബാബുവെ ഉൽക്ക തട്ടിയിട്ടുണ്ട്. ദെർഫോർ ബാബു മരിച്ചു. ഓക്കെ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണോ യൂസ് ചെയ്യുന്നത്, നമ്മൾ മുമ്പ് പറഞ്ഞ സാധനം തന്നെയാണ്. അതിലെന്ത് കൂട്ടിയിട്ടുണ്ടാവും, ഈഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ് കൂട്ടിയിട്ടുണ്ടാവും. വേറെ ചിന്തിക്കാനൊന്നുമില്ല. ഈഫ് ദെൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഹൈപ്പോത്തറ്റിക്കലാണ്. ഇനി എയ്തർ ഓർ എന്ന വാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ജക്റ്റീവ് സിലോജിസാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, എയ്തർ ഡോഗ് ഈസ് ഇൻ ദ ബാക്ക് യാർഡ് ഓർ ഡോഗ് ഈസ് ഇൻ ദ ഹൗസ്. നമുക്കൊന്ന് എഴുതാം. എയ്തർ ദ ഡോഗ് ഈസ് ഇൻ ദ ബാക്ക് യാർഡ്, അതിന് ബാക്കി തന്നെ കേട്ടോ, ഓർ ദ ഡോഗ് ഈസ് ഇൻ ദ ഹൗസ്. അത് പ്രിമൈസ് 1 ആണ്. ഇനി പ്രിമൈസ് 2, ദ ഡോഗ് ഈസ് നോട്ട് ഇൻ ദ ബാക്ക് യാർഡ്. അപ്പോൾ കൺക്ലൂഷൻ, therefore ഇവിടെ therefore എന്ന് പറഞ്ഞ വാക്ക് എവിടെ കണ്ടാലും പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ മെത്തേഡാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു ദ ഡോഗ് ഈസ് ഇൻ ദ ഹൗസ്. ഇവിടെ എയ്തർ ഓർ എന്ന് പറഞ്ഞ വാക്കാണ് യൂസ് ചെയ്തത്. എയ്തർ ദ ഡോഗ് ഈസ് ഇൻ ദ ബാക്ക് യാർഡ് ഓർ ഡോഗ് ഈസ് ഇൻ ദ ഹൗസ്. ഡോഗ് ബാക്ക് യാർഡിലായിരിക്കാം, ഡോഗ് ഒന്നെങ്കിൽ ബാക്ക് യാർഡിലായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലായിരിക്കാം.
അതാണ് എയ്തർ ഓർ എന്ന് പറഞ്ഞ വാക്കോടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പ്രിമൈസ് ഡോഗ് ഈസ് നോട്ട് ഇൻ ദ ബാക്ക് യാർഡ്, ബാക്ക് യാർഡിലല്ല ഡോഗ്, ദർ ഫോർ ഡോഗ് ഈസ് ഇൻ ദ ഹൗസ്. അപ്പോൾ അവിടെ എയ്തർ ഓർ എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യുന്നു. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമല്ല. ഇവിടെ എയ്തർ ഓർ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ സെൻറ്റൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ജക്റ്റീവ് സിലോജിസ് ആണ്. ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസ് ആണെങ്കിൽ അവിടെ ഈഫ് ദെൻ യൂസ് ചെയ്യും. അതുപോലെ കാറ്റഗോറിക്കൽ സിലോജിസ് ആണെങ്കിൽ പലതരത്തിലുള്ള കാറ്റഗറികൾ അവിടെ യൂസ് ചെയ്യും. അത്രയാണ് അതിൻ്റെ വ്യത്യാസം. ഇനി നമുക്ക് ഇനി ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ ടു സ്പെസിഫിക് ടു ജനറൽ ആണ്. ഞാൻ 1000 താറാവുകളെ കണ്ടു. 1000 താറാവുകളും വെള്ളത്താറാവുകളാണ്, അതുകൊണ്ട് എല്ലാ താറാവുകളും വെള്ളത്താറാവുകളാണ്. ഇവിടെ ഞാൻ എന്തേ ചെയ്തത്, സ്പെസിഫിക് നിന്ന് ജനറലിലേക്കാണ് പോയത്. ഞാൻ കണ്ട 1000 താറാവുകളെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക, ജനറലൈസ് ചെയ്തു. എൻ്റെ നാട്ടിൽ 1000 താറാവുകളുണ്ട്, ആ 1000 താറാവുകളും വെള്ളത്താറാവുകളാണ്, അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ താറാവുകളും വെള്ളത്താറാവുകളാണ്. ഓക്കെ, അതെന്താണ്, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് പലതരത്തിലുണ്ട്. അത് പ്രധാനമായിട്ട് 5 തരത്തിലുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 6 തരത്തിലുണ്ട്. 6 തരത്തിൽ വരും. ഒന്നെന്താണ്, പ്രഡിക്ഷനാണ്. പ്രഡിക്ഷൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആലിസ് ഹാസ് ടേക്കൺ 4 ഫിലോസഫി കോഴ്സസ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഗോട്ടൺ എ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഷീ ഈസ് ടേക്കിംഗ് എ ന്യൂ ഫിലോസഫി കോഴ്സ് ദിസ് ഇയർ, ദെയർഫോർ ഐ പ്രഡിക്റ്റ് ഷീ വിൽ ബി എ ഇൻ ദ ന്യൂ കോഴ്സ്. അപ്പോൾ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രഡിക്റ്റ് ചെയ്യുക. ആലിസ് കഴിഞ്ഞ വർഷം 4 ഫിലോസഫി കോഴ്സുകൾ എടുത്തിരുന്നു, അതിലെല്ലാം എ കിട്ടി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആലിസ് കഴിഞ്ഞ വർഷം 4 ഫിലോസഫി കോഴ്സ് എടുത്തിരുന്നു, അതിലൊക്കെ എ കിട്ടി. പ്രിമൈസ് 1. പ്രിമൈസ് 2, ആലിസ് ഈ വർഷവും ഫിലോസഫി കോഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി കൺക്ലൂഷൻ, അതുകൊണ്ട് തന്നെ ആലിസിന് ഇതിലും എ കിട്ടും. അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതാണല്ലോ അല്ലേ. ആലിസ് 4 ഫിലോസഫി കോഴ്സ് എടുത്തു എന്നത് നമ്മൾ ആദ്യം പറഞ്ഞു. ഈ വർഷം അതിൽ എ കിട്ടിയെന്നും പറഞ്ഞു. ഈ വർഷം ആലിസ് വീണ്ടും ഫിലോസഫി കോഴ്സ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗസ് ചെയ്യുകയാണെന്ത്, പ്രെഡിക്റ്റ് ചെയ്യുകയാണ്, എഡ്യൂക്കേറ്റഡ് ഗസ് ചെയ്യുകയാണെന്ത്, ആലിസിന് ഈ വർഷവും എന്ത് കിട്ടും, എ കിട്ടും. അത് സംഭവമൊക്കെ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്, ഒരു പേര് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനി അനലോജി, ആർഗ്യുമെൻറ്റ് ഫ്രം അനലോജി നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കമ്പയർ ചെയ്ത് പറയാം. ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 16 GB ഡെൽ ലാപ്ടോപ്പ് വാങ്ങി 5 വർഷം ഉപയോഗിച്ചു, കേടുകൂടാതെ 5 വർഷം ഉപയോഗിച്ചു. ഞാൻ വീണ്ടും 16 GB ഡെൽ ലാപ്ടോപ്പ് വാങ്ങി. അപ്പോൾ പിന്നെന്താ, കൺക്ലൂഷൻ എന്താണ്, ഈ ഡെൽ ലാപ്ടോപ്പും 5 വർഷം കേടുകൂടാതെ നിൽക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞു ഇത് കമ്പയർ ചെയ്ത് അനലോജിയാണ്, കമ്പാരിസൺ ആണ്. ഞാൻ 16 GB ഡെൽ ലാപ്ടോപ്പ് വാങ്ങി 5 വർഷം കേടുകൂടാതെ ഉപയോഗിച്ചു എന്നത് പ്രിമൈസ് 1. പ്രിമൈസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പുതിയ 16 GB ഡെൽ ലാപ്ടോപ്പ് വാങ്ങി, പ്രിമൈസ് 2. കൺക്ലൂഷൻ എന്തായിരിക്കും, ഈ 16 GB ഡെൽ ലാപ്ടോപ്പ് 5 വർഷം ഏതായാലും കേടുകൂടാതെ നിലനിൽക്കും. അതെന്താണ്, കൺക്ലൂഷനാണ്. അപ്പോൾ അനലോജി എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. 2 സാധനങ്ങൾ കമ്പയർ ചെയ്തിട്ട് മൂന്നാമത്തത് എഴുതാം. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 2 സാധനങ്ങൾ മനസ്സിലാക്കിയിട്ട് മൂന്നാമത്തെ പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, ജനറലൈസേഷൻ, അടുത്താണ് ജനറലൈസേഷൻ. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് എന്താണ്, ജനറലൈസ് ചെയ്യാം. ഉദാഹരണം പറയാം, കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും മദ്യപാനം നിരോധിച്ചിരിക്കുന്നു. ഓക്കെ, കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും മദ്യപാനം നിരോധിച്ചിരിക്കുന്നു, പ്രിമൈസ് 1. പ്രിമൈസ് 2, ദെയർഫോർ എന്താണ്, കേരളത്തിലെ എല്ലാ ഓക്കെ, കേരളത്തിലെ എല്ലാ കോളേജുകളിലും എന്ത് നിരോധിച്ചിരിക്കുന്നു, മദ്യപാനം നിരോധിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ കോളേജുകളിലും മദ്യപാനം നിരോധിച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ പറഞ്ഞു ഒരു കോളേജ്, കേരളത്തിലെ കോളേജ് മാത്രം പറഞ്ഞു,
കേരളം ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്ത്യയെ മൊത്തം ജനറലൈസ് ചെയ്തു. കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും മദ്യപാനം നിരോധിച്ചിരിക്കുന്നു. കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. അതിനാൽ ഇന്ത്യയിലെ എല്ലാ കോളേജുകളിലും മദ്യപാനം നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് സ്പെസിഫിക് ടു ജനറൽ ആണ്. അപ്പം ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം, അതിന് ഓരോ പേര് കൊടുക്കണം. മൂന്നാമത്താണ് അതോറിറ്റി, ആർഗ്യുമെൻറ്റ് ഫ്രം അതോറിറ്റി. ആർഗ്യുമെൻറ്റ് ഫ്രം അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അതോറിറ്റി ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാണ്ട് പറയണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ബൂസ്റ്റ് കഴിക്കുന്നത് ആരോഗ്യകരമാണ് എന്ന് ആരോഗ്യകരമാണെന്ന് സച്ചിൻ പറഞ്ഞു, അതുകൊണ്ട് ബൂസ്റ്റ് കഴിക്കുന്നത് ആരോഗ്യകരമാണ്. അതൊരു വ്യക്തി പറയാണല്ലോ, സച്ചിന് ബൂസ്റ്റ് കഴിക്കുന്നത് ആരോഗ്യകരമാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്താണ്? ആരോഗ്യകരമാണ്. ഒരു അതോറിറ്റി ഫിഗറിന് എന്താണ്? ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കണം. ഒരാൾ പറഞ്ഞു, ഒരു അതോറിറ്റി ഒരു കാര്യം പറഞ്ഞു, അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിനാണെന്ന് പറയാം അതോറിറ്റി, ആർഗ്യുമെൻറ്റ് ബൈ അതോറിറ്റി എന്ന് പറയാം. ഒക്കെ പറഞ്ഞ സാധനം തന്നെയാണ്, നമ്മളിങ്ങനെ ഓരോന്ന് കാറ്റഗറൈസ് ചെയ്യാണ്. ആർഗ്യുമെൻറ്റ് ബേസ്ഡ് ഓൺ സൈൻ. ആർഗ്യുമെൻറ്റ് ബേസ്ഡ് ഓൺ സൈൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം, ആ മലയുടെ ബേക്കലിൽ നിന്ന് പുക ഉയരുന്നുണ്ട്, അതുകൊണ്ട് ആ മലയുടെ ബാക്കിൽ തീ കത്തുന്നുണ്ടാവാം. അപ്പോൾ നമ്മളൊരു അടയാളം കണ്ടിട്ട് ഒരു കാര്യം പറയണം. ആ മലയുടെ ബാക്കിൽ നിന്ന് പുക ഉയരുന്നുണ്ട്, അതുകൊണ്ട് ആ മലയുടെ ബാക്കിൽ തീ കത്തുന്നുണ്ടാവാം. അതെന്താണ്? ഒരു സൈനാണ്. ആർഗ്യുമെൻറ്റ് ബേസ്ഡ് ഓൺ സൈൻ. ഓക്കെ. ഒരു വിദ്യാർത്ഥി കോളേജിൽ വന്നപ്പോൾ ആ വിദ്യാർത്ഥിയെ മദ്യപാനത്തിൻ്റെ സ്മെല്ല് ആ വിദ്യാർത്ഥിയിൽ നിന്ന് വരുന്നുണ്ട്, അതുകൊണ്ട് ആ വ്യക്തി മദ്യപാനിയാവാം. അത് ഒരു സൈൻ, ഒരു അടയാളം വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. ഇനി അടുത്താണ് കോസൽ ഇൻഫ്ലുവൻസ്. കോസൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ കാര്യകാരണം ബന്ധം വെച്ചിട്ട് എന്താണ് നമ്മൾ പറയണം. ഉദാഹരണമായിട്ട് ഒരു ABC വാഷിംഗ് പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വസ്ത്രം അലക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ചുണങ്ങുണ്ടായി, അതുകൊണ്ട് ABC വാഷിംഗ് പൗഡർ ഹാനികരമാണ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? നമ്മളൊരു കാര്യകാരണം ബന്ധം വെച്ച് പറയുകയാണ്. ഞാൻ പല വാഷിംഗ് പൗഡറുകളും യൂസ് ചെയ്തിട്ടുണ്ട്, ABC വാഷിംഗ് പൗഡർ യൂസ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ ചൊറി ഉണ്ടായി, അല്ലെങ്കിൽ ചൊറി ഉണ്ടായി എന്ന് പറയാം. അതുകൊണ്ട് ABC വാഷിംഗ് പൗഡർ ശരീരത്തിന് കേടാണ്. അപ്പോൾ നമ്മളെന്താണ്? ഒരു കാര്യകാരണ ബന്ധം വെച്ചിട്ട് പറയണം. ഓക്കെ. ഇതൊക്കെ വ്യത്യസ്ത ടൈപ്പുകളാണ്. ഇവിടെ നമ്മൾ ആകെ 2 കാര്യം ചുരുക്കി പറഞ്ഞിട്ടുള്ളൂ. ഒന്നെന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രപ്പോസിഷൻ. അത് മനസ്സിലാക്കാം. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെന്താണ്? ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഒരു കാര്യം പറയാം, ഒരു വിഷയമാണ് പറയണം, അത് ശരിയാവാം അല്ലെങ്കിൽ തെറ്റാവാം, അതിനാണ് എന്ത് പറയാം? സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റും ആർഗ്യുമെൻറ്റും മാത്രമേ എന്ന് പഠിച്ചിട്ടുള്ളൂ, അത് നമ്മൾ വിശദമാക്കി പറഞ്ഞേ ഉള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലെയിം നമ്മൾ ചെയ്യുകയാണ്, ആ ക്ലെയിം ശരിയാവാം തെറ്റാവാം. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിന് ഉദാഹരണം പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു. പ്രപ്പോസിഷൻ എന്താണ്? പ്രപ്പോസിഷനിൽ പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് പ്രപ്പോസിഷനാണ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു. അതിന് 4 ഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഒന്ന് ക്വാണ്ടിഫയർ ആണ്, രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ്, മൂന്നാമത്തെ കോപ്പുല അല്ലെങ്കിൽ ക്വാളിറ്റി ആണ്, നാലാമത്തെ പ്രെഡിക്കേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ 4 ഭാഗങ്ങളാണെങ്കിൽ അതിനെന്ത് പറയും? കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ. ഈ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ 4 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ടൈപ്പ് A, ടൈപ്പ് E, ടൈപ്പ് I, ടൈപ്പ് O. ടൈപ്പ് A എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ്. യൂണിവേഴ്സൽ എന്ന് പറയാൻ ഒന്നുകിൽ എന്ത് വരണം? ആൾ വരണം, അല്ലെങ്കിൽ നോ വരണം, എങ്കിൽ മാത്രമേ യൂണിവേഴ്സൽ ആവുള്ളൂ. പർട്ടിക്കുലർ ആവണമെങ്കിൽ എന്ത് വരണം? സം വരണം, അപ്പോൾ പർട്ടിക്കുലർ ആവും. അഫർമേറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, അഫർമേറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അഫർമേറ്റീവ് എന്ന് പറയും. നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഇവിടെ നോ വന്നിട്ടുണ്ട്. നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് വരും. അത് ഇവിടെ ആർ നോട്ട്, ഈസ് നോട്ട്, നോ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണെങ്കിലൊക്കെ എന്താണ്? അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണെന്ന് പറഞ്ഞു. പിന്നെ ആർഗ്യുമെൻറ്റ് പറഞ്ഞു. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ത് പറയും? ആർഗ്യുമെൻ്റ് എന്ന് പറയും. ഒരു സ്പെസിഫിക് പോയിന്റ് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ വെച്ചാൽ അതിന് ആർഗ്യുമെൻ്റ് എന്ന് പറയും. ഉദാഹരണം നമ്മൾ എന്താ പറഞ്ഞത്? ആൾ മെൻ ഈസ് മോർട്ടൽ, ആൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ മെൻ. അപ്പോൾ therefore സോക്രട്ടീസ് ഈസ് മോർട്ടൽ. അപ്പോൾ ഇതെന്താണ്? ഒരു ആർഗ്യുമെൻ്റ് ആണ്.
രണ്ട് തരത്തിലുള്ള ആർഗ്യുമെൻ്റ് ഉണ്ട്. ഒന്ന് പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ ആർഗ്യുമെൻ്റ് ഉണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞ അസേർഷൻ ആൻഡ് റീസണിങ് ആർഗ്യുമെൻറ്റ്. ഇത് അസേർഷൻ ആൻഡ് റീസണിങ് ആർഗ്യുമെൻറ്റ് ഇന്ത്യൻ ലോജിക്കിലാണ് യൂസ് ചെയ്യുക. പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ ലോജിക്കിലാണ് യൂസ് ചെയ്യുക. പിന്നെ ഈ ബാക്കിയൊക്കെ പറഞ്ഞതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. പിന്നൊക്കെ ആർഗ്യുമെൻറ്റിൻ്റെ പലതരത്തിലുള്ള ടൈപ്പുകളാണ് പറഞ്ഞത്. ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്, അബ്ഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്, അനലോജിക്കൽ ആർഗ്യുമെൻറ്റ്. പിന്നെ അതുപോലെ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്സ്. സിലോജിസം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പ്രിമൈസും ഒരു കൺക്ലൂഷനും ഉണ്ടെങ്കിൽ സിലോജിസായി. അതൊക്കെ ഈ ആർഗ്യുമെൻറ്റ് തന്നെ വരുന്നതാണ്. പിന്നെ അതിൽ പറഞ്ഞ ഈ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് 3 തരത്തിലുണ്ട്: കാറ്റഗോറിക്കൽ, ഹൈപ്പോത്തറ്റിക്കൽ, കൺജക്റ്റീവ്. അതൊക്കെ ഓരോ സിലോജീസാണ്. പിന്നെ നമ്മൾ ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് 6 പറഞ്ഞു: പ്രഡിക്ഷന്, ആർഗ്യുമെൻറ്റ് ഫ്രം അനലോജി, ജനറലൈസേഷൻ, ആർഗ്യുമെൻറ്റ് ഫ്രം അതോറിറ്റി, അതുപോലെ ആർഗ്യുമെൻറ്റ് ഫ്രം സൈന്, ബേസ്ഡ് ഓൺ സൈന്, കോസൽ ഇൻഫറൻസസ്. ഇപ്പോൾ ഈ ടോപ്പിക്കിൽ ഇന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രപ്പോസിഷനാണ്, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആണ്. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചത്. ഇതൊന്നും നമ്മളെന്തല്ല, വേറെ ടോപ്പിക്കുകളല്ല, ഈ 2 ടോപ്പിക്കിൻ്റെ വിശദീകരണമായിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലാക്കിയാലേ ഇതിൻ്റെ ആൻസറൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്യും. നോട്ട് നിർബന്ധമായിട്ട് വായിക്കുക കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒരു 5 ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് നിർബന്ധമായിട്ട് വരും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ 10 മാർക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ വിശദീകരണം മാത്രമേ തന്നിട്ടുള്ളൂ. ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇനി PYQ സെഷനൊക്കെ വരുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ വിശദമായിട്ട് പഠിക്കും. ഇത് മനസ്സിലാക്കിയ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈസി ആയിട്ട് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്താലോ? ഓക്കെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.